വയലൻസ് എനിക്ക് വലിയൊരു പിടിച്ചൊന്നുമില്ല. ഒരു നമുക്ക് കുറച്ച് വയലൻസ് ഒക്കെ ആണെങ്കിൽ ഓക്കെ. ഞാൻ വയലൻസ് പ്രതീക്ഷിച്ചിരുന്നത് കുറെയൊക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ അവോയ്ഡ് ചെയ്തു. പക്ഷെ കിട്ടില്ല വയലൻസ്. ഫാമിലിയെ കൊണ്ട് വരരുതേ. കൊണ്ടുവന്ന അവസരം വീട്ടിൽ കയറ്റത്തില്ല. അവരൊന്നും സ്ക്രീനിൽ നിന്നൊക്കെ കണ്ണെടുത്തായിരുന്നു എപ്പോഴെങ്കിലും? സെക്കൻഡ് ഹാഫ് ഒന്നും പറയാനില്ല. കുട്ടികളാണ്, സ്ത്രീകളാണ്, പുരുഷന്മാർ, അങ്ങനെയൊന്നും ഒരു വയലൻസിന്റെ ട്രീറ്റ് ആണ്. ക്ലൈമാക്സ് ഒക്കെ KGF ബിൽഡ് ചെയ്ത് വെച്ചിരിക്കണം അത്ര. പടം കൊല്ലാണ്ട ഒരേ വയലൻസ് ഭയങ്കര ഇതാണ്. കൊച്ചുങ്ങളെ കൊണ്ടൊന്നും കാണാൻ പറ്റൂല. പടം പയ്യന്മാർക്ക് കാണാം, ഫാമിലി ആയിട്ടൊന്നും കാണാൻ നോക്കുള്ളൂ. ഒരേ വയലൻസ് കുത്തി കീറുന്നതും വെട്ടും കുത്തുന്നതും. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇതുപോലെ ഇങ്ങനെ ഒരു പടം ഇറങ്ങിയിട്ടില്ല, അത്ര വയലൻസ്. പടം കൊള്ളാം. സെക്കൻഡ് ഹാഫ് ഒന്നും പറയാനില്ല. കുട്ടികളാണ്, സ്ത്രീകളാണ്, പുരുഷന്മാർ, അങ്ങനെയൊന്നും ഒരു വയലൻസിന്റെ ട്രീറ്റ് ആണ്. ക്ലൈമാക്സ് ഒക്കെ ഇട്ട് ഒന്നും പറയാനില്ല. സ്ട്രിക്ട്ലി അഡൽട്ട്സുള്ളിയാണ്. വയലൻസ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം. കൊള്ളാം. ചോര കളിയാണ്. ഇത്ര സെക്കൻഡ് ഹാഫ് പറയണ്ട, സെറ്റാണ്, പൊളിയാണ്. ഫാമിലി ഓഡിയൻസിനൊക്കെ കാണാൻ പറ്റും. ഫാമിലിയെ കൊണ്ട് വരരുതേ. കൊണ്ടുവന്ന അവസരം വീട്ടിൽ കയറ്റത്തില്ല. അവരൊന്നും വന്ന് പലരും കാണാൻ പറ്റാതെ ഇറങ്ങിപ്പോയെന്നൊക്കെ പറഞ്ഞു. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ലായിരുന്നു, സാധാരണ സിനിമയായിരുന്നു. സെക്കൻഡ് ഹാഫ് വന്നിട്ട് എൻ്റെ മോന് വേറെ ചേഞ്ച് ആവണം. ടോട്ടലി ചേഞ്ച് അല്ല. ഫസ്റ്റ് ഹാഫ് സാധാരണ ഫാമിലി ഒരു സിനിമ, സെക്കൻഡ് ഹാഫ് സിനിമ എന്ന് പറയാൻ പറ്റില്ല. അത് വേറെന്തോ സാധനമോ എടുത്തു വെച്ചിരിക്കണ. ഇന്ത്യൻ സിനിമയിൽ ഇത് ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഭ്രാന്തായി തന്നെയാണ് ഡയറക്ടർ. ക്രൂവിന് മൊത്തം, മാർക്കൗട്ട് ടീമിന് മൊത്തം ഭ്രാന്ത്. ഫാമിലി കൊണ്ട് വരരുത്, ഫാമിലി കരി ഇറങ്ങി ഓടും. അത്രയും അടിപൊളി, അടിപൊളി. ഫസ്റ്റ് ഒന്നും പറയാനില്ല. നല്ല പടം. ഇഷ്ടപ്പെട്ടോ? വയലൻസ് ഒക്കെ എങ്ങനെയുണ്ട്? സെക്കൻഡ് പാർട്ട് രക്ഷയില്ല. ഇത്രയും വയലൻസ് ഉള്ള ഒരു സിനിമ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടോ? ഇല്ല, ബോളിവുഡിൽ കണ്ടിട്ടില്ല. നല്ലതാ. എങ്ങനെയുണ്ടായിരുന്നു? നല്ല വയലൻസ്. സ്ത്രീകൾക്കൊക്കെ പറ്റൂല എന്നൊക്കെ ഒരു കമന്റ് ഒക്കെ ഉണ്ട്. അങ്ങനെയാണ് തോന്നിയോ കണ്ടിട്ട്? സ്ക്രീനിൽ നിന്നൊക്കെ കണ്ണെടുത്തായിരുന്നു എപ്പോഴെങ്കിലും? അത് നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു എങ്ങനെയാണ് ധൈര്യം കിട്ടി ഈ സിനിമ കാണാൻ? അല്ല, ഇറങ്ങിയപ്പോ ഇന്നലെ കേട്ടറിഞ്ഞായിരിക്കുമല്ലോ. അതുപോലെ ഇതിന്റെ ഒരു ഇത് വന്നപ്പോഴും അറിയാലോ, ഭയങ്കരമായിട്ടുള്ള ഒരു വയലൻസ് പടമാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ വയലൻസ് ഇഷ്ടപ്പെടുന്ന ആളാണോ സിനിമ? ഒട്ടുമല്ല. അത് ഉണ്ണിമൂന്നന്റെ പടമായോണ്ട് കാണാൻ വേണ്ടി പടമായോണ്ട് വന്നത്, അറിയില്ലായിരുന്നു. വന്ന് കണ്ടിറങ്ങിയപ്പോ എന്ത് തോന്നി? എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്? പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇങ്ങനെ ഒരു സിനിമ? അതെ, ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല. ഹാപ്പിയാ? ഐറ്റം ഇതിലും വലിയൊരു ബെഞ്ച് മാർക്ക് ഐറ്റം. ഇതിന് ആക്ഷൻ പടം വന്ന ഇതിന്റെ മേളിലുണ്ടാന്നേ ചോദിക്കും. അത്രയ്ക്ക് തീപ്പടം. നമ്മുടെ കില്ലിന്റെ ഒക്കെ മുകളിൽ പോകാം. കില്ലിലേക്ക് ഏറ്റവും വലിയ സാധനമാണ് ഇതിൽ ഏറ്റവും മിനിമം സാധനം. അത്രയ്ക്ക് കിടിലം ഐറ്റം. ചേട്ടാ, എനിക്ക് ഇഷ്ടപ്പെട്ടു. സൂപ്പർ. വയലൻസ് എങ്ങനെ കൂടുതലാണോ? അതേ ഉള്ളൂ, ഫുൾ വയലൻസ് മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ. എങ്ങനെയാ ഫാമിലി ആയിട്ട് തന്നെ വന്നത് കാണാനായിട്ട്? അതോ ഉണ്ണിയുടെ മൂവിയൊക്കെ കാണുന്നത്? അല്ല, ഇത് കണ്ടപ്പം നമുക്ക് അറിയാലോ ഫുൾ വയലൻസ് എന്ന് ഓൾറെഡി അത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം കുറെയൊക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ അവോയ്ഡ് ചെയ്തു. പക്ഷെ കിട്ടില്ല വയലൻസ്. നല്ല പടം. എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ സ്ക്രീനിൽ നിന്ന് കണ്ണു മാറ്റേണ്ടി വന്നു, അത്രയ്ക്ക് ഭയങ്കര വയലൻസ്. ഉണ്ണി എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി, അടിപൊളിയായിട്ടുണ്ട്. ഇത് വയലൻസ് എനിക്ക് വലിയൊരു പിടിച്ചൊന്നുമില്ല. ഒരു നമുക്ക് കുറച്ച് വയലൻസ് ഒക്കെ ആണെങ്കിൽ ഓക്കെ. ഞാൻ വയലൻസ് പ്രതീക്ഷിച്ചിരുന്നത് എങ്ങനെ പറയണമെന്ന് അറിഞ്ഞൂടാ ബ്രോ. ഞാൻ വയലൻസ് പ്രതീക്ഷിച്ചൊന്നും ഓക്കെയാണ്. വയലൻസ് ഒക്കെ ഉണ്ട്, പക്ഷേ കൂടിപ്പോയി. പിന്നെ നല്ല വൈബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു ഇതിലങ്ങ് പോകണുണ്ട്. ഫുള്ള് അടൽസൊള്ളിയാണല്ലോ. പിള്ളേരെ കൊണ്ടുവന്ന് കാണാൻ പറ്റുന്ന സിനിമയൊന്നും അല്ല. മൊത്തത്തിൽ ആ ഒരു റേഞ്ചിൽ പോണ സിനിമയാണ്. വയലൻസ് മാത്രം പ്രതീക്ഷിച്ചാൽ മതിയല്ലേ? വയലൻസ് പ്രതീക്ഷ വന്നു കഴിഞ്ഞാൽ മസ്റ്റ് ട്രൈ, അത്രേ പറയാനുള്ളൂ. പിന്നെ വേറെ ഒന്നും പറയാനില്ല. നൈസ് സിനിമ. ആ ഓരോ സീനുകൾ കാണുമ്പം രോമം വരും. ഉണ്ണിമൂന്നൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഉണ്ണിമൂന്നൻ KGF ബിൽഡ് ചെയ്ത് വെച്ചിരിക്കണം എന്ന് പറയുന്നത് അത്ര